ജനിച്ചു വന്നവനാണ് ഞാൻ. ഞാൻ ജനിച്ചു വീഴുമ്പോ എല്ലാവരുടെ കണ്ണിലും ചേട്ടൻ തന്നെയായിരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് എന്നെ ആരും കണ്ടില്ല, എന്നോട് ആരും കൂട്ടായില്ല, എന്നോട് ആരും മിണ്ടിയില്ല. വേണം ഞാനും അങ്ങനെയായി, ഞാനും എന്റെ ബോധവും മാത്രമായി. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളൊരു കടയിൽ കയറി ഡ്രസ്സ് എടുത്ത് മോശമാണെങ്കിൽ അതിന്റെ പഠിക്കലെന്ന് മറ്റത് മോശമാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് സദ്യ വെച്ചിട്ട് അത് മോശമാണെന്ന് പറഞ്ഞു പോകുന്നല്ലോ. ഹലോ ഷൈൻ, വെൽക്കം ടു ഫിലിം കമ്പാനിസ. ഷൈൻ എന്നുള്ളൊരു വ്യക്തിയെ മാറ്റിയെടുത്തതിൽ എഴുത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് ഷൈൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തിന് പങ്കുണ്ടായതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, അത് അങ്ങനെയല്ല പ്രയോഗം. എന്റെ നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ വീണ്ടും എനിക്ക് പ്രതീക്ഷിക്കാൻ വക നൽകി. ദാറ്റ് മീൻസ് നോട്ട് പീപ്പിൾ ചേഞ്ച്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായോണ്ട് ചോദിക്കുകയാണ്, ജീവിതാനുഭവങ്ങൾ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ഇനി ഭാവിയിൽ ഒരു പുസ്തകം എഴുതാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയില്ല, കാരണം എനിക്കതിന് ആഗ്രഹമില്ല. കാരണം ഷൈൻ്റെ ലൈഫ് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. കാരണം ജീവിതത്തിൽ പലപ്പോഴും ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ മലയാളം സിനിമയിൽ ഏറ്റവും താരമൂല്യമുള്ള ഒരു ആക്ടർ എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഷൈൻ്റെ ലൈഫ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അതൊരു പുസ്തകമാക്കാനുള്ള ഒരു സാധ്യത അതാണ്. അങ്ങനെ ഇല്ലല്ലേ? എല്ലാവരും ഇൻസ്പയർഡ് ആവുക അതിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കുന്നില്ലായിരുന്നു. ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ വരുന്നവര്, ഈ മേഖലയിൽ വർക്ക് ചെയ്യേണ്ടവർക്ക് ഇൻസ്പയർഡ് ആവാൻ ചിലപ്പോൾ, അല്ലാതെ അതങ്ങനെ ഒരു ഇൻസ്പയർഡ് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഭാഗത്ത് നമ്മൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മറുഭാഗവും ഉണ്ട് ഇതിന്, മനസ്സിലായ? അപ്പോൾ ഇവിടെ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകളിൽ നിന്നാണ് ഇൻസ്പയർഡ് ആവേണ്ടത്. മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ അയാളുടെ കഥകളിൽ നിന്ന് ഇൻസ്പയർഡ് ആവാം, പക്ഷെ അതേപോലെയല്ല ആവേണ്ടത്. ഇൻസ്പയർഡ് മീൻസ് നോട്ട് ജസ്റ്റ് ലൈക്ക് അതേപോലെ, അതല്ല അതിന്. അപ്പം അത് നമ്മൾ ഇൻസ്പയർഡ് ആവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ കഥ അറിയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പുസ്തകം എഴുതാനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല, എഴുതാൻ തന്നെ താല്പര്യമില്ല. ഷൈൻ ഇപ്പോൾ ക്രിസ്റ്റഫർ, അപ്പോൾ ക്രിസ്റ്റഫറിൽ മമ്മൂട്ടി എന്ന ഒരു മഹാനടനെ അടുത്തറിഞ്ഞ ഒരു നടൻ കൂടിയാണ് ഷൈൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, എന്തിനെക്കുറിച്ചും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റിംഗ് പ്രോസസ്സ്, ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് അടുത്തറിഞ്ഞ് കാണാനുള്ള, കണ്ടു പഠിക്കാനുള്ള ഒരു അവസരം ഷൈന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്ഡേറ്റിംഗ് പ്രോസസ്സ്? മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ ഇപ്പം നമ്മൾ ഇഷ്ടം കൊണ്ട് മാത്രം വരുന്നത് ആളുകളാണ്. മമ്മൂക്കയ്ക്ക് അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റഡും ആയിരുന്നു. ഒരു വക്കീലാവാൻ അത്യാവശ്യം വായനയും പഠനമൊക്കെ ആവശ്യമുള്ള ഒരു മേഖല. ഒരുപാട് വായിക്കാനുണ്ട്. ഇപ്പോഴും എൻ്റെ കേസ് വാദിക്കുന്ന അമ്മയുള്ള സാർ ഇപ്പോഴും രാവിലെ മുതൽ പുസ്തകം വായിച്ചു. ഓരോ ബുക്കുകൾ ഇങ്ങനെ വരും പുസ്തകം വഴി, പുതിയ പുതിയ ലോകൾ, കോടതിയിലുണ്ടായത്, വാദങ്ങൾ, മനസ്സിലായി? അതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. സ്റ്റിൽ എത്ര പുസ്തകം ഉണ്ടാവുമെന്ന് പറയാം അവർക്ക് ചുറ്റും. അപ്പോൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ, വായിക്കാൻ താല്പര്യമുള്ള അവർക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ക്രിസ്റ്റഫറിൽ മമ്മൂട്ടിയുടെ ഒരു സ്വാഗും ഒരു സ്റ്റാർഡം ഒക്കെ ആയിരിക്കാം എക്സ്പോസ് ചെയ്യപ്പെടുക. പക്ഷെ ഉണ്ടയിൽ വളരെയധികം ഉൾവലിഞ്ഞ പേടിയുള്ള ഒരു പോലീസുകാരനായിരുന്നു മമ്മൂക്ക. ഈ രണ്ട് ഡിഫറെൻറ്റ്, വളരെയധികം കോൺട്രാസ്റ്റ് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സ്, അത് എങ്ങനെയാണ് മമ്മൂക്ക ചെയ്തതെന്നുള്ളത് രണ്ട് സിനിമയിലും ഷൈൻ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ മമ്മൂക്കയായിട്ടുള്ള സീനുകളും കഥാപരമായിട്ട് കുറവാണ്. സീക്വൻസുകൾ വളരെ ചുരുങ്ങിയ സീക്വൻസുകളുള്ളൂ. അങ്ങനെ ചേഞ്ച് ആകുമ്പോഴാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാവുന്നത് എല്ലാവരും, അല്ലെങ്കിൽ ഒരേപോലത്തെ കഥാപാത്രങ്ങളായി മാറും. അല്ല, ഇത് രണ്ടും മമ്മൂക്ക ചെയ്ത രീതി ഉണ്ടല്ലോ, മുന്നേ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക കാലഘട്ടം ഇതിനു മുന്നേ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവര് ചെയ്യുന്ന രീതിയില്, ശൈലി, അത് എങ്ങനെയാണ് ഷൈൻ അത് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണത്? നമ്മൾക്ക് അവര് അത് സ്ക്രീനിൽ അത് വർക്കായി, ആ സാധനമാണല്ലോ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ വഴിയിലൂടെയാണ് നമ്മൾ അത് കണ്ടെത്തുന്നത്. ഇത് ചിലപ്പോ അവരുടെ അഭിനയം നോക്കി നമുക്ക് മനസ്സിലാവില്ല.
അത് ഉള്ളിലാണ് നടക്കുന്നത് ആ പ്രോസസ്സ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ സ്ക്രീനിൽ വരുന്ന സമയത്ത് അവരത് ആ സമയങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ആ സാധനം. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ അഭിനയം കണ്ട് നിൽക്കുന്ന സമയത്ത് പറയും അഭിനയിക്കുന്നത് പോലെ പല സമയങ്ങളിൽ തോന്നാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? വളരെ പേര് അവിടെ നിന്നിട്ട് എന്തോ അവിടെ തിരിയുന്നു മറിയുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ സിനിമയിൽ വരുന്ന സമയത്ത് വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നതും എന്നാൽ ഡ്രാമ എവിടെയാണോ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഷൈൻ, സിബി മലയിൽ, രാജീവ് രവി, ഖാലിദ് റഹ്മാൻ ഇതുപോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ ഡയറക്ടേഴ്സിന് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു നടനും കൂടെയാണ് ഷൈൻ. അപ്പോൾ ഈ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ? അവരുടെ ഒരു കപ്പാസിറ്റി, അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഷൈൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അവർ നമ്മുടെ അടുത്ത് വന്ന് പെരുമാറുന്നതും സംസാരിക്കുന്നതിലൂടെയൊക്കെ മനസ്സിലാവും ഒരു വ്യക്തി. അവരുടെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് എങ്ങനെയാണത്? കാരണം ചിലപ്പോൾ ചിലവർ നല്ലതുപോലെ കഥ പറയാൻ കഴിവുള്ളവരായിരിക്കും, പക്ഷെ എക്സിക്യൂഷൻ ലെവലിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അത് എങ്ങനെയാണ് ഷൈൻ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് അയാൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കഥ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ ഇയാൾ കേപ്പബിൾ ആയിരിക്കും. ചില സമയങ്ങളിൽ വളരെ മനോഹരമായിട്ട് കഥ പറയുകയും ഒരു ടെക്നിക്കലി ഒന്നും അറിയുമില്ല എന്നാ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കണമെന്ന്. അങ്ങനെയുള്ളവർക്ക് അതിന് അവരെ സഹായിക്കുന്ന ആളുകളെ വെക്കാം കറക്റ്റായിട്ട്. സംവിധായകന് എല്ലാം അറിയണമെന്നില്ല, സംവിധായകന് ഐഡിയ, ആ കഥയുടെ സോൾ അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളവരൊക്കെ വെച്ചിട്ടുള്ളത് പ്രൊഡ്യൂസർ കാശ് മുടക്കി വെച്ചിട്ടുള്ളത് ഇയാളെ ഹെൽപ്പ് ചെയ്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ്. ബട്ട് വൺ മോർ തിങ്, സംവിധായകന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ പവർ ഉണ്ടാവണം. അതിനാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കത് തീരെ ഇല്ലത്. കാരണം നമ്മളെ നയിക്കാൻ അറിയാത്ത നമ്മളെങ്ങനെയാ ഇത്രയും ആളുകളെ നയിക്കുക? നമ്മളെ നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെ ഒരു 10-100 ആൾക്കാരെ തൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ആ പോയിന്റിലേക്ക് നയിക്കാൻ പറ്റുക? ഷൈൻ അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒരു സംവിധായകനുണ്ടോ? അതായത് പുതുമുഖ സംവിധായകൻ ചില സമയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു സ്കൂൾ കുട്ടീനെ പോലെ റഹ്മാൻ പറയുന്നത് അനുസരിക്കുന്നത് കാണുമ്പോൾ അവിടെ രണ്ടുപേരുടെയും ഒരു ഈക്വൽ ആയിട്ടുള്ള പവറാണ് നമ്മൾ കാണുന്നത്. അതായത് റഹ്മാൻ അത്രയും ചെറുപ്പമാണ്, ഒരു 10-26 വയസ്സുണ്ടാവും ചെയ്യണ സമയത്ത്. ആ 26 വയസ്സിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് ഷോർട്ട് റെഡി എന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. നമുക്കെന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പുറത്ത് നാഷണൽ അവാർഡ് വാങ്ങി ഇത്ര അവാർഡ് വാങ്ങി ക്യാരക്ടറും ചെയ്ത പുള്ളി 26 വയസ്സുകാരൻ പറയുന്നത് കേട്ട് അവിടെ പോയി നിന്ന് അതേപോലെ ചെയ്യുകയും വീണ്ടും ചെയ്യട്ടെ സാറെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ അത് വേറൊരു പവറാണ്. നമുക്ക് ഇത് രണ്ടും വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഇത് രണ്ടും അവർ ചെയ്യുന്ന ജോലികളിൽ അവർ വളരെയധികം സന്തോഷിക്കുകയും അതിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അങ്ങനെ ഷൈൻ ഒട്ടും കൺവിൻസിങ് അല്ലാതെ ഒഴിവാക്കുന്ന പ്രോജക്റ്റുകൾ കാണുമല്ലോ, അത് ഏത് രീതിയിലുള്ള പ്രോജക്റ്റുകൾ അങ്ങനെയാണ് ഒഴിവാക്കിയിട്ട്? അത് യാതൊരു രീതിയിലും നമുക്ക് ഒരു ഫോട്ടോ പോലും ചിലപ്പോൾ കിട്ടില്ല ആ പടത്തുനിന്ന് മുന്നോട്ട് നയിക്കാൻ. നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ ആണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം. അത് കിട്ടുന്ന കാശിനേക്കാൾ ആ പടം കൊണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ചില സിനിമകളിൽ നിന്ന് ചില പിക്ചറുകളെങ്കിലും കിട്ടും, നല്ല ഒരു വിഷ്വലെങ്കിലും കുറച്ച് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു പാട്ട്. അങ്ങനെ ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത പടങ്ങളുണ്ടാവും. അങ്ങനത്തെ പടങ്ങളിലും നമ്മൾ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അത് നമ്മൾ അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മളൊരാളെ, നമുക്ക് പരിചയമുള്ള ഒരാളെ അയാളെ ഇതുവഴി ആ വഴി അങ്ങ് കയറിപ്പോയിക്കോളും എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ സക്സസ് കഴിഞ്ഞു. അത് ഓടി കണ്ട് കിട്ടുന്ന സക്സസ് അല്ല. പക്ഷെ അങ്ങനത്തെ പ്രൊജക്റ്റുകളും ഉണ്ടാവണം. കാരണം ഇതിൻ്റെ സോൾ നഷ്ടപ്പെടരുതെന്നും. അല്ല, അതാണ് ഇപ്പോൾ 2022 ഷൈൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ്, തല്ലുമാലയിലെ ക്യാരക്ടറൊക്കെ ഒരുപാട് പ്രീതി പിടിച്ചു പറ്റിയ ക്യാരക്ടേഴ്സാണ്. നാഷണൽ മീഡിയയിലെടുക്കാം. പക്ഷേ ഷൈൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാണ്ടിറ്റി വൈസ് ഒരുപാട് കൂടുതലായിരുന്നു 2022. ഇത് 2022 തന്നെ ചെയ്ത പടങ്ങളല്ല, അതിന് മുന്നേ ചെയ്തതും
കൊറോണയ്ക്ക് മുന്നേ ചെയ്തതുമായിട്ടുള്ള പടങ്ങളൊക്കെ ഉണ്ട്. റിലീസായത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി കൂടുന്നത് അത് എങ്ങനെയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അത് പോസിറ്റീവായിട്ടാണോ? കാരണം ചിലപ്പോൾ ഈ അഭിനയിക്കാനുള്ള ഇല്ലാത്തൊരു പാഷനെ കുറിച്ച് ഷൈൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാഷൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഈ പിച്ച് ചെയ്യുന്ന കഥകളുടെ ഒരു അപാകത കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം? അതോ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അല്ല, നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഭൂതി, അല്ലെങ്കിൽ സഫീകരണം, അല്ലെങ്കിൽ സംതൃപ്തി. അത് ഈ ഒരു രൂപത്തിലേക്ക് എത്തുമ്പോൾ അതിനൊരു പൂർണ്ണത സംഭവിക്കും. എപ്പോഴും പൂർണ്ണത സംഭവിക്കും ഒരു തരത്തിലും ചാൻസ് ഇല്ല. എല്ലാ ആക്ടേഴ്സിൻ്റെ ഇടയിലും ഗ്രാഫിലെടുത്ത് നോക്കിയാലും ഹിറ്റുകൾക്കാൾ കൂടുതൽ ഫ്ലോപ്പുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഗ്യാപ്പുകൾ കൂടുകയും ഒക്കെ ചെയ്തിരിക്കും. പക്ഷെ അതൊന്നും അതിൻ്റെ ഉള്ളിലെ അവൻ്റെ ഫ്ലോപ്പുകളല്ല ശരിക്കും. അയാൾ ഒരു ചിത്രത്തിലൂടെയെങ്കിലും ഇത്തിരിയെങ്കിലും വളർന്നിട്ടുണ്ടാവും, അയാളുടെ ആ ഒരു ഇമേജിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു പിക്ചറെങ്കിലും നമുക്ക് ഒരു ഫോട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റില്ലെങ്കിലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ, അപ്പം അങ്ങനത്തെ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ദൗത്യം, അല്ലെങ്കിൽ അതിൻ്റെ ദൗത്യം വേറെ രീതികളിലാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തിനെയോ നമുക്ക് അറിയാവുന്ന ഒരാളെയോ നമുക്ക് പറ്റാവുന്ന സമയത്ത് നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുക. അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തി തന്നെയാണ്. അത് ഓടി ആളുകൾ കണ്ട് അപ്രീഷിയേഷൻ കിട്ടിയിട്ടുള്ള സംതൃപ്തി അല്ല. ഇപ്പോൾ ഷൈൻ ഒരുപാട് എഫേർട്ട് ഇട്ട് അഭിനയിച്ച് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം. നല്ല സിനിമയാണ്, പക്ഷേ തിയേറ്ററിൽ വർക്കായില്ല. ലാലേട്ടൻ്റെ ആരാധകനാണ്. ഞാനും ലാലേട്ടൻ്റെ ഈ വാനപ്രസ്ഥം കണ്ടിട്ടില്ല തിയേറ്ററിൽ പോയിട്ട്, പക്ഷെ നരസിംഹ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും യോഗ്യനല്ല അങ്ങനെ പറയാൻ. അല്ല, ഷൈനിന്റെ ക്യാരക്ടർ, ഷൈൻ ഒരുപാട് എഫേർട്ട് ഇട്ട് അഭിനയിച്ച്, അതേപോലെ ലാലേട്ടന് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണ് വാനപ്രസ്ഥം. അതാരും കാണാതിരിക്കുകയും അധികം എഫേർട്ട് ഇടാതെ ഉണ്ടാവുന്ന നരസിംഹം പോലുള്ള സിനിമകൾ ആക്ടർ എന്ന ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ടെക്നിക്കലായിട്ടുള്ള രീതികളിൽ അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ പറയുന്ന എല്ലാവരും. പക്ഷെ വാനപ്രസ്ഥം നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് സംഭവിക്കും. കാരണം ഇപ്പുറത്ത് ബൈബിളും ഖുറാനും ഭഗവത്ഗീത ഉള്ളപ്പോഴും വേറെ ഏതായിരിക്കുമല്ലോ കൂടുതൽ വിറ്റുപോയിട്ടുണ്ടാവുക. ഈ പുസ്തകങ്ങളായിരിക്കില്ലല്ലോ. നല്ല തന്നെ എപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്ക് ടേസ്റ്റ് ഉള്ളതാണ് കൂടുതൽ വിറ്റുപോവുക. അപ്പൊ ഈ ഒരു ലോകത്ത് അതാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുള്ളൂ. കാരണം ഇവിടെ നമ്മൾ ആത്മീയമായിരിക്കാനല്ല വന്നിട്ടുള്ളത്, ആത്മീയതയിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള പോയിന്റാണത്. മനസ്സിലാക്കി തിരിച്ചു പോവാൻ. അല്ല, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് അത് ഷൈൻ എന്നുള്ളൊരു ആക്ടറിനെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? അതിന് ഭയങ്കരമായിട്ട് ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറീസ് ഉള്ള ക്യാരക്ടേഴ്സിലായിരിക്കും. ഇപ്പോ ധ്രുവൻ ലൈക്ക് ദാറ്റ്. ധ്രുവൻ ജനിക്കുന്നത് മുതലെയുള്ള കഥ ധ്രുവൻ അറിയാം. അതെ അതെ. ഞാൻ ജനിക്കുന്ന സമയത്ത് ആരുടെ അല്ല, സമയം തെറ്റി ജനിച്ചവനെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തുടങ്ങുന്നുണ്ടല്ലോ. തെറ്റായ സമയത്ത് ജനിച്ച്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജനിച്ച്, അവൻ കാണുമ്പോൾ ഒക്കെ ചേട്ടനാണ് എല്ലാവരുടെ കണ്ണിലും. അവനാരും കണ്ടിട്ടില്ല എന്നാണ് പറയണത്. അതൊരു കുറേ അനിയന്മാരുടെ ചില സ്ഥലങ്ങളിൽ ഇതൊക്കെയാണ്. കാരണം മൂത്ത മകൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതുണ്ടാകുമ്പോൾ അതെന്തോ അത്രയ്ക്ക് കണ്ട് ഹാപ്പിനെസ് വരികയോ ഇല്ല, അല്ലെങ്കിൽ അവർ അത്ര പ്രാധാന്യമില്ല എന്നുള്ളൊരു തോന്നൽ, ഒരു തോട്ടുണ്ട് നമ്മുടെ ഭൂമിയിൽ. ആ തോട്ടിനെ കില്ല് ചെയ്യണം ആരെങ്കിലും. ഓരോ പൊസിഷനിൽ വരുന്നവരും അതിൻ്റെതായ നമുക്ക് കിട്ടുന്ന ഈഗോസ് ഇല്ലേ, ആ ഈഗോസ് ഇല്ലാതെയാക്കണം. അങ്ങനെ ഒരു ഈഗോസും അങ്ങനത്തെ എനർജീസും ഒക്കെ ഉണ്ട്. അത് കുറേ പേർക്ക് അങ്ങനത്തെ അത് എഫക്റ്റ് ചെയ്യും. കുറേ പേർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എഫക്റ്റ് ആയാലും. കുറേ പേർക്ക് അത് മനസ്സിലാക്കി പുറത്ത് കിടക്കാൻ പറ്റും. കുറേ പേർക്ക് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ അതിനെ കില്ല് ചെയ്യാണ് അവൻ്റെ ജന്മത്തിലൂടെ. അപ്പോൾ ആയിക്കോ ഇല്ലാതെയോ. കുമാരി എന്ന ധ്രുവൻ എന്ന നമ്പൂതിരിയുടെ കഥാപാത്രം അത് ഇതുപോലെ ഒരുപാട് ലെയേഴ്സ് ഉള്ള കഥാപാത്രമാണ്. പക്ഷെ ആ കഥാപാത്രം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഷൈൻ പറയുന്ന ഡയലോഗുകൾ കേൾക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലൊരു വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. ഡയലോഗ് ഡെലിവറിയില് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു.
ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്കും പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ പിന്നെ ആ ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ ശബ്ദത്തിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. അത് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണെന്നാണോ? ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ എല്ലാവരുടെ സംസാരവും അങ്ങനെ ആവേണ്ടതാണ്. അതാ എന്റെ സംസാരം തിരിയുന്നില്ലെങ്കിൽ എല്ലാ പടത്തിലും അങ്ങനെ ആവണ്ടേ? അതെ, അതാണ് ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ പ്രത്യേകതകളായിക്കൂടെ? പക്ഷെ ആ ക്യാരക്ടർ ഈസ് ഓൺലി ടോക്കിംഗ് ടു ഹർ വൈഫ് ദാറ്റ് ഞാൻ ജനിക്കുമ്പോ എല്ലാവരുടെ കണ്ണിലും ചേട്ടനായിരുന്നു. എന്നെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത്. പിന്നെ എന്നോട് ആരും ഉണ്ടാതായി, ഞാനും ആരോടും ഉണ്ടാതായി, ഞാനും കൂട്ടില്ലാടായി, ഞാനും എൻ്റെ ബോധവും മാത്രം എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു. പിന്നെ അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന ഒരാളുടെ സംസാരം എത്ര അക്ഷരസ്ഫുടതയോടുകൂടിയാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക? അല്ല, നമ്മള് ഒരു സിനിമ ആയതുകൊണ്ട് ക്ലാറ്റിൽ പറയുക എന്നുള്ളതാണ്. ക്യാരക്ടർ വിൽ ലോ. അതേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ വ്യക്തമായി മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ആണ് നമ്മൾ. കാരണം സംസാരിക്കാതിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാൻ പറ്റും? അയാൾ സംസാരിക്കുന്നത് അയാളുടെ ആത്മാവിൽ നിന്നാണ്, അല്ലെ? ഈ നെഞ്ചിൽ നിന്ന് സംസാരിക്കാൻ കേട്ടില്ലേ? അല്ലാതെ ടങ് ഓർ ലിപ്സ് ഉപയോഗിച്ചിട്ടല്ല. അതൊരു എക്സസൈസ് ആണ്. ടങ് ആൻഡ് നാക്ക്, ഷ സ, അവിടെ മുട്ടണം ഇവിടെ മുട്ടണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് സംസാരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതാണ്. അയാളുടെ സംസാരം ക്ലിയർ ആയിരിക്കില്ല, പക്ഷെ ആ സംസാരം ക്ലിയർ അല്ലാത്തടത്ത് നിന്ന് അയാളുടെ സംസാരം ക്ലിയർ ആവുന്നുണ്ട്. സോ ഒരു ക്യാരക്ടറിനനുസരിച്ച് ശബ്ദത്തിലും, അല്ലാതെ എല്ലാം സിനിമ ആയതുകൊണ്ട് ക്ലാരിറ്റിയിൽ പറഞ്ഞ അല്ല. ഞാനത് ചോദിക്കാൻ കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡയലോഗ് സീക്വൻസുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ധ്രുവൻ എന്ന നമ്പൂതിരിയുടെ ചൈൽഡ്ഹുഡ് ആയിട്ട് കടന്നുപോയ പ്രശ്നങ്ങൾ. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ അതിലൊരു വ്യക്തത കുറവില്ലേ? അത് അയാളുടെ സംസാര രീതി അങ്ങനെ. അത് പർപ്പസ്ഫുള്ളി അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരണ്ട. അതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിച്ചൂടെ? സമയം തെറ്റി കാലം തെറ്റി ജനിച്ചു വന്നവനാണ് ഞാൻ ജനിച്ചു വീഴുമ്പോ എല്ലാവരുടെ കണ്ണിലും ചേട്ടൻ തന്നെയായിരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് എന്നെ ആരും കണ്ടില്ല, എന്നോട് ആരും കൂട്ടായില്ല, എന്നോട് ആരും മിണ്ടിയില്ല. വേണം ഞാനും അങ്ങനെയായി, ഞാനും എന്റെ ബോധവും മാത്രമായി. വ്യക്തമായ ഇങ്ങനെ പറഞ്ഞ ഇയാൾ അധ്യാപകനാണ് ശരിക്കും ഈ ധ്രുവനെ. അക്ഷരസ്ഫുടത, നന്നായി സംസാരിക്കുന്നത് നല്ല അഭിനയമാണോ? ക്യാരക്ടറിനനുസരിച്ചാണ് സംസാരിക്കേണ്ടത്. അതെ. ഇപ്പൊ ബി ഉണ്ണികൃഷ്ണന്റെ കൂടെ ആദ്യമായിട്ടാണ് ഷൈൻ വർക്ക് ചെയ്യുന്നത്. ബി ഉണ്ണികൃഷ്ണൻ ഉദയകൃഷ്ണ കോംബോ. അപ്പോൾ ഈ സ്ക്രിപ്റ്റില് ഷൈനിന്റെ ക്യാരക്ടറിനെ കുറിച്ച് കേട്ടപ്പോൾ ഷൈനിന് എന്ത് വ്യത്യസ്തതയാണ് തോന്നിയത്? കാരണം ഇതിലൊരു പോലീസ് ക്യാരക്ടറാണ്, പക്ഷെ റാങ്ക് ഉയർന്നിട്ടുണ്ട്, DYSP ആണ്. റാങ്ക് ഉയർന്നതാണോ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടാക്കണമെന്നില്ല. ഈ സ്ക്രിപ്റ്റില് ഷൈൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കേട്ടപ്പോൾ എന്താണ് ഷൈന് ആദ്യമായിട്ട് തോന്നിയ ഒരു ഇംപ്രഷൻ? എന്താണ് ഇംപ്രഷൻ? എനിക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാഗ്രഹമുള്ള ഒരാളാണ്. നമ്മൾ ഇപ്പൊ ഒരു 10, 15, 30, 50, 40 മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നല്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ചിലത് മികച്ചതും ആവറേജും ഒന്നും അല്ലാതെയൊക്കെ ആവാം, ഇല്ലേ? നമ്മൾ ഉണ്ടാക്കണ എല്ലാ ദോശയും കറക്റ്റ് ആയിട്ട് വരുമോ? ഇല്ലല്ലോ. നമ്മൾ അടിക്കണ എല്ലാ പുൾസയും ഒരുപോലെ വരില്ലല്ലോ. അപ്പൊ അത് അത്ര വ്യത്യാസമുള്ളൂ അതില്. പക്ഷെ നമ്മൾ അത് ഇഷ്ടം കൊണ്ടും അതിനു വേണ്ടി വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതിലേതാണോ നമുക്ക് വർക്കാണ് ആവശ്യം, ജോലി എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ ഇത്രയും ആഴത്തിൽ ചെന്ന് നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ എന്നിൽ നിന്നും ഇങ്ങനത്തെ പ്രതികരണങ്ങൾ സംഭവിക്കും. അത് നിങ്ങളെ ഉപദ്രവിക്കുന്നതല്ല, നിങ്ങളോടല്ല, നിങ്ങളുടെ ചിന്തകളോടോ ആശയങ്ങളോടോ മാത്രമാണ്. ഓക്കെ. അതിന് പറഞ്ഞപ്പോഴാണ് ഇപ്പം പല മാധ്യമങ്ങളും കയറി വന്നത് ഷൈനിന്റെ ഇന്റർവ്യൂസ് കൊണ്ട് മാത്രമാണ്. പല മാധ്യമങ്ങളും രക്ഷപ്പെട്ടു പോയെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത്. അതെ, മാധ്യമങ്ങളോട് വളരെയധികം സഹകരണത്തോടെ പെരുമാറുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഷൈൻ എന്ന്. മാധ്യമങ്ങളോടല്ല പെരുമാറുന്നത്, നമ്മളുമായി കാണുന്ന ജനങ്ങളോടും നമ്മുടെ കൂടെയുള്ള ആളുകളോടും
അതെ. അതിനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അത് എന്തൊട്ട് മാധ്യമം എന്ന് വിളിക്കുന്നു, അല്ലാതെ ഞാനും നീയും ഒക്കെ മനുഷ്യരല്ലേ, അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്നവര് അല്ലേ. എന്താണ് മൂക്കിൽ രണ്ടോട്ട, കണ്ണ് രണ്ട്, വായ ചെവി രണ്ട് അല്ലേ, എല്ലാ സാമ്യം. ഇപ്പോൾ തിയേറ്ററുകളിൽ റിവ്യൂ എടുക്കുന്നത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ എടുക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ റിവ്യൂ എടുക്കുന്ന ഓൺലൈൻ മീഡിയസിൽ നിന്ന് വലിയൊരു വിമർശനം വരുന്നുണ്ട്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയാണ് എന്നുള്ളത്. തിയേറ്ററിൽ വന്ന് എടുക്കണ്ടോ, അയാൾക്ക് പടം കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് റിവ്യൂ ഇടാം. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ പോയിട്ട് റിവ്യൂ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പലപ്പോഴും എന്നുവെച്ചാൽ റിവ്യൂ ഇപ്പം ഇൻഡിപെൻഡന്റ് ബ്ലോഗേഴ്സ് അഭിപ്രായം പറയുന്നുണ്ടല്ലോ സിനിമയെക്കുറിച്ച്, അത് പലപ്പോഴും ഒരു ആക്ഷേപ രൂപത്തിലുള്ളതാവുന്നു, പരിഹസിക്കുന്നു, ആ രീതിയിലുള്ളൊരു വിമർശനം വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുമല്ലോ മാർക്കറ്റ് ഈസ് ദ കിങ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അത് സപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് പേര് വരും. അപ്പോൾ ഇവരിടുന്ന അഭിപ്രായ പ്രകടനത്തിന് ഒരുപാട് വ്യൂസ് ഉണ്ട്. 10 മിനിറ്റിൽ തന്നെ ലക്ഷക്കണക്കിന് വ്യൂസാണ് ഇവർ പറയുന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനത്തിന് അത്രയും വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് സപ്ലൈ ചെയ്യാനായിട്ട് ആൾക്കാർ കാണും. അവരോട് സപ്ലൈ ചെയ്യണ്ട, നിങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കും എന്ന് പ്രൊഡ്യൂസേഴ്സ് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഒരു പ്രാക്ടിക്കലാണ്? ചിലപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ വിലക്ക് മാറുമ്പോൾ കൂടുതൽ ശക്തരായിട്ട് വരില്ലേ. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ എന്താ ഇതെന്തോ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ ഇത് വിലക്കപ്പെടുന്നതാണ്, ഇതിന് ഇത്രയും പവറുള്ളൊരു സാധനമാണ്. പല സമരങ്ങളും നടന്നിട്ടുള്ളത് നടക്കാൻ വേണ്ടിയിട്ടാണ് ചില, അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് പല വിലക്കുകളും ഉണ്ടായിട്ടുള്ളത്, പല സമരങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആ സമരം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം അവർ സമരം ചെയ്ത് നേടിയതാണെന്ന് അവർക്ക് തോന്നണം, അതിനെ കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നെയായിരിക്കും ഇത്. പക്ഷെ അത് അങ്ങനെ കൊടുക്കില്ല. അപ്പം അങ്ങനത്തെ കുറേ ട്രിക്കി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇതിൻ്റെ പിന്നിൽ. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ പടം കാണുന്ന സമയത്ത് ആരും മൊബൈലിലല്ലോ. അപ്പൊ എങ്ങനെയാ പടം അഭിപ്രായം വന്നിരുന്നത്? പടം കണ്ടിട്ട് അത് അങ്ങനെ കണ്ടവര് കാണാത്തവര് ആയിട്ട് സംസാരിക്കുന്നതിനിടയിൽ അങ്ങനെ പറഞ്ഞ പബ്ലിസിറ്റിയിൽ കയറി അങ്ങനെ പോയിരുന്നു. ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിപ്പോർട്ട് ഇടാലോ. അതിനെ നമുക്ക് എത്രത്തോളം തടയാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ വാതിലിന്റെ അവിടെ നിന്നിട്ട് ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ലേ, അത് ചിലപ്പോ ക്യാമറ ആളുകൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ അങ്ങനത്തെ ചിന്തകളിലൂടെ അവർക്ക് സ്വയം തോന്നി ഉണ്ടായി വരുന്ന ഒരു അഭിപ്രായമായിരിക്കില്ല പല സമയങ്ങളിലും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാം ചിലപ്പോൾ ഒരാളുടെ വാക്കുകൾ. അങ്ങനെ അത് പക്ഷെ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഭയങ്കര മോശമല്ലേ. ഇപ്പൊ നമ്മള് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളൊരു കടയിൽ കയറി ഡ്രസ്സ് എടുത്ത് മോശമാണെങ്കിൽ അതിന്റെ പഠിക്കലിൽ നിന്നിട്ട് ഇത് മോശമാണെന്ന് പറഞ്ഞു പോകില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോയി സദ്യ കഴിച്ചാൽ അത് മോശമാണെന്ന് പറഞ്ഞു പോകില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിയാലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയാണ്, പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യല്ലേ ചെയ്യുക. പക്ഷെ അത് അങ്ങനെ നേരിട്ട് പറയുമ്പോൾ അത് ഉണ്ടാക്കിയവർക്ക് അതൊരു ഭയങ്കര പെയിനായിരിക്കും. ഉണ്ടാക്കിയവർക്കും അത് വളരെയധികം അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അതിനെക്കുറിച്ചല്ല സംസാരം. അത് ഒരു സിനിമ ഉണ്ടാക്കാൻ അതിൻ്റെ കഷ്ടപ്പാടുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടിറങ്ങി വരുന്ന സമയത്ത് തന്നെ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ പോകുമ്പോഴേ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ചിലപ്പോൾ. അതിൽ നിന്നാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ ഷൈൻ, താങ്ക് യു.